നമ്മൾ രണ്ടുപേരും ഇപ്പം ഞാനും അത്യാവശ്യം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നതെന്ന് ശ്രമിക്കുന്ന പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ബട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന കുടുംബം, കുട്ടികളൊക്കെ എനിക്ക് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ പ്രോഗ്രസീവ് ആണ്. മറ്റൊരാളുടെ കഥയാണ് ഞാനിപ്പോ കേൾക്കുന്നത്, എന്റെ കഥയല്ല മീര. അപ്പൊ എനിക്ക് ഉപദേശിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ചൂഴ്ന്നിട്ട് നിങ്ങളോട് അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മീര പറഞ്ഞ പോലെ തന്നെ മീരയുടേതായ ഒരു വസ്തു, അല്ലെങ്കിൽ മീര നമ്മളിപ്പോ പറയുന്നത് എന്റെ 3 കുട്ടി ആരാണ് മീര, ഇതാരാണ് എന്റെ 3 കുട്ടികളുടെ അച്ഛൻ, അതിനുശേഷമാണ് ഭർത്താവ് എന്നുള്ളത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കുഞ്ഞുങ്ങളിലൂടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പല കുടുംബങ്ങളിൽ ഇത് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുണ്ട്. ഇപ്പൊ മീരനെ കേൾക്കുന്ന ഞാനല്ലാത്ത വേറൊരാള്, ഇപ്പൊ ഞാൻ മീൻസ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന ഒരാള്, അയാൾ അനുഭവിച്ചതിന്റെ കഥ എന്താ നിങ്ങൾ പറയാത്തെ? മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം വരും, ഡെഫിനറ്റ്ലി വരും. അപ്പൊ ആ വരുമ്പോൾ ഒരു ചോദ്യത്തിന് എനിക്ക് ആൻസർ ഉണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് എത്രത്തോളം എൻ്റെ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു ഞാൻ എവിടെയും പറയും. എനിക്ക് 100% ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കിയതാണ്. ഈ ഒരു കുഞ്ഞുണ്ടായ സമയം മുതൽ ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു പുള്ളിയെ വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുള്ളി തരാൻ പോകുന്ന ആൻസർ ഞാനിപ്പോൾ തരാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള ഒന്നാണ്, അത്രത്തോളം ആ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനിടയിൽ ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഞങ്ങൾ പരസ്പരം അത് ക്ഷമിച്ചാണ് മുന്നോട്ട് പോയത് ഇതുവരെ വന്നതും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം റൈറ്റ് ഈ ഒരു മീരാസ് കിച്ചൻ്റെ ഇഷ്യൂലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നമായത്. അവിടെ ചിലരുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും അല്ല ഇതാണ് ശരി എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരു പക്ഷേ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഒരു വേണ്ട നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മേ ബി അവിടെയും 100% എൻ്റെ സത്യത്തിന് എൻ്റെ സത്യവും നീതിയും ആയിരിക്കും അവിടെ, മറ്റുള്ളവർ നോക്കുമ്പോൾ മീരയായിരിക്കും ശരി. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് ചില നിലപാടുകളിൽ പുള്ളി ഉറച്ചു നിൽക്കുകയാണ്. മേ ബി അത് ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ തെറ്റാന്ന് പുള്ളിക്ക് മനസ്സിലാവും, റിഗ്രറ്റ് ചെയ്തേക്കാം. ഞാനിപ്പോഴും അതിന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എനിക്ക് അവിടുന്ന് മീരാസ് കിച്ചൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നതും. ഇപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ, പുള്ളി അതിൻ്റെ പേര് മാറ്റി. പക്ഷെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് നിന്നൊരു റെസ്റ്റോറൻ്റ് ആണത്, അത്രയും ഫേമസ് ആയിരുന്നു. അപ്പം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ഫസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ചട്ടിച്ചോറ് അല്ലെങ്കിൽ കഞ്ഞി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നല്ല ക്രൗഡായിരുന്നു എനിക്ക്. അതുപോലെ ഞങ്ങളുടെ PR-ഉം നല്ല ഹൈ ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഒരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു കൊക്കയിലേക്ക് എടുത്തെറിഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ ലൈഫ്. ഒരു സമ്പാദ്യവും ഇല്ല, ഒന്നുമില്ല, എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഞാൻ സന്തോഷത്തോടെ ഒരു ഇമോഷണൽ സ്ലേവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പബ്ലിക്കിനെ അടിക്കും. പക്ഷേ എന്നാലും ആ ഒരു സ്ലേവറി ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ച്, കാരണം എൻ്റെ കുട്ടികളെയും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ നമ്മളൊക്കെ എത്ര പുരോഗമനം പറഞ്ഞാലും ഫാമിലി ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും, എവിടെയും കാല് പിടിക്കും, എത്ര വേണേലും ബെഗ് ചെയ്യും, തിരിച്ചു വാ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, വേറൊന്നിലേക്ക് പോകാതെ വേറൊരു സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ആളെ നമ്മുടെ പാർട്ട്ണറെ കാണുമ്പം നമ്മളങ്ങ് തളരുകയാണ്, വീണ്ടും 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 തളർന്നു പോവുകയാണ്. നമുക്ക് ഒരു സപ്പോർട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഒരു റിലേറ്റീവ്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ പറയാം. എനിക്കിപ്പോൾ എൻ്റെ പേരൻസ് ഇല്ല, എൻ്റെ ഫാദർ പാരലൈസ്ഡ് ആണ്, എൻ്റെ മദർ ഫുള്ളി ബ്ലൈൻഡ് ആണ്. അമ്മയ്ക്ക് അങ്ങനെ നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഒരു 6 months ആയിട്ട് അതാണ് അവസ്ഥ. അപ്പം അവരുടെ മകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അവർക്ക് അറിയില്ല. പിന്നെ എനിക്ക് ബ്രദേഴ്സ് ഇല്ല. അപ്പം നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ പലരും അവൾ വീണു, നന്നായി, അവൾക്കിത് വേണ്ടിയിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. അതേസമയം നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ നിൽക്കാം, നമ്മളെ മനസ്സിലാക്കിയവർ, ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയ പല സ്ത്രീകളും ഉണ്ട്, അവർ നമ്മുടെ കൂടെ ഉണ്ട്. അതൊരു വലിയ സപ്പോർട്ടാണ്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പം മീര എല്ലാം സഹിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മീര ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീരയോട് തന്നെ ചോദിക്കുവാണെങ്കിൽ, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ മീരയ്ക്ക്? അതല്ല, ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് 2 രീതിയിൽ സംസാരിക്കാം. ഒന്നൊരു സ്ത്രീ നമ്മളെ വേണ്ടാതെ പോയവരെ നമുക്കിനി വേണ്ട, അങ്ങനെ ചിന്തിക്കാം. 2 നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. അതായത് അദ്ദേഹവും നമ്മളും 27 വർഷത്തിൽ അവർക്ക് എന്തോ 27 വർഷം സഹിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അവർക്ക് എന്തോ സഹിക്കാൻ പറ്റാതെ അതില് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ലെറ്റ് ദം ഫ്രീ. അതാണ് ലെറ്റ് ഗോ ചെയ്യാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം ഇനി. അത് നമുക്ക് ആ സ്നേഹം എന്താ പറയാ, അത്
കുറെ ആളുകൾക്ക് മീര ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് ഉപദേശിച്ചാലും അല്ല, എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ല ശരണ്യ. എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം കുറവുകളാണ്. നമുക്ക് പലതും നമ്മൾ അനുഭവിച്ച സന്തോഷവും. ഓക്കെ, ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ എനിക്കൊരു 2 നേരം ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ രാത്രി 1 നേരം മാത്രം എനിക്ക് കഴിച്ചാൽ മതി. പക്ഷെ എൻ്റെ മക്കൾക്ക് ആ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉള്ള പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവിടെ നിന്ന് വാങ്ങണം, ആരോട് ഇനി കടം വാങ്ങണം എന്നുള്ള അവസ്ഥയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. കടം വാങ്ങുന്നതിൻ്റെ ഒരു വേദന അത് വല്ലാത്തൊരു നാണക്കേടാണ്. കടം കൊടുത്തേ ശീലമുള്ളൂ എനിക്ക്. കടം കൊടുത്താണ് എൻ്റെ മോതിരം വരെ വിറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഞാൻ ഇപ്പോൾ പലരോടും വാങ്ങുക എന്ന് പറയുമ്പം ഇപ്പം തന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആയിപ്പോയി. അപ്പം ചെലവിന് തരുന്നില്ല ഹസ്ബൻഡ്? അങ്ങനെ വലിയൊരു മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ആള് രണ്ടാമത്തെ മോൻ്റെ എക്സ്പെൻസിലേക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പം കോർട്ട് അനുവദിച്ചൊരു ഇതുപോലും ആള് തരാൻ മടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുവാണ് എല്ലാ കാര്യത്തിലും. എനിക്കൊരു മെഡിസിൻ വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് കാറ് ആള് തന്നെ എനിക്ക് കാറ് വാങ്ങിച്ചു തന്നിട്ട് ഒരു 12 വർഷം പോകുന്ന വെഹിക്കിളാണ്, കാറുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. അപ്പം അങ്ങനത്തെ എല്ലാം കട്ട് ഓഫ് ചെയ്തു. നമുക്ക് ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ഓഫ് ചെയ്തിട്ട് അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതെല്ലാം എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, എൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്യുവാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വരുവാണ്. ഞാനപ്പോൾ ആലോചിക്കും എങ്ങനെ ഞാൻ പോകും. ഇപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ്, അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് മെഡിസിൻ്റെ എമൗണ്ട്, ഇതെല്ലാം കൂടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1,500 ഒക്കെ ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആരോട് വാങ്ങും? ഞാൻ ഏൺ ചെയ്യുന്നില്ല. അപ്പം എനിക്കൊരു കേക്കിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ഫുള്ളി നമ്മുടെ എവിടെ നോക്കിയാലും 3 വീട്ടിൽ നോക്കിയാലും അതിലൊരെണ്ണം ഒരാൾ ബേക്കർ ഉണ്ടാവും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ 2011 മുതൽ ഞാൻ ബേക്കറാണ്. പക്ഷെ ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 പേരേ ഉള്ളൂ കൊച്ചിയിൽ. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങേ അറ്റത്തെ ലെവലിൽ ഞങ്ങൾ എത്തിയവരുണ്ട്, ഒരു 10 പേര്. പക്ഷെ അവർക്ക് പോലും ഇപ്പോൾ ബിസിനസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാ കൊച്ചു കുട്ടികൾ പോലും ബേക്കിംഗ് ഫീൽഡിലേക്ക് തിരിഞ്ഞു. അപ്പം നമ്മുടെയൊക്കെ ബിസിനസ്സിനെ അത് വല്ലാണ്ട് മോശമായിട്ട് അഫക്റ്റ് ചെയ്തു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ആ ടൈമിലാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഹസ്ബൻഡ് തുടങ്ങി തന്നത്. അത് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് വരുമായിരുന്നു. പക്ഷെ ഒരു മോശ സമയം എന്നേ ഞാനും വിചാരിക്കുന്നുള്ളൂ ഇപ്പം. എൻ്റെ ലൈഫിൽ നമുക്ക് എപ്പോഴും നല്ലതല്ലല്ലോ. ഏറ്റവും മോശ സമയത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാം ഇല്ലാണ്ടായി നമ്മൾ ഏറ്റവും വലിയ ഒരു ഉയരത്തിൽ നമ്മളെ ഒരു വലിയ അഗാധമായ കൊക്കയിലേക്ക് വീണിട്ട് അവിടുന്ന് മേളിലേക്ക് നോക്കി എനിക്ക് ഇരുട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇരുട്ട് മാത്രം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കിടന്ന് കൈകാലിട്ട് അടിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ എനിക്ക് ശരണ്യ എന്നോട് ചോദിച്ച പോലെ എന്താണ് ഇവിടെ മറ്റുള്ളവർക്ക് ഒരു ഉപദേശം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ലൈഫിൽ ആപ്ലിക്കബിൾ ആകണം എന്നില്ല, മനസ്സിലായോ? അപ്പം ചിലർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് അല്ലേ. ഇപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഉപദേശിക്കാറുണ്ട്, മീര നീ ഇങ്ങനെ പാടില്ല, രാത്രി ഞാൻ കിടന്ന് ഇപ്പോൾ 1-1.5 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഫോണിൽ വിളിച്ചിട്ടും അല്ലെങ്കിൽ കരഞ്ഞ് ഞാൻ നിലവിടാറുണ്ട്. എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും, ആരുണ്ട് എനിക്ക്, ഞാനുണ്ട് കൂടെ എന്ന് പറയാനായിട്ട് എത്ര പേരുണ്ട് നമ്മളുടെ കൂടെ? പ്രാക്ടിക്കലി എത്ര പേരുണ്ട്? നമുക്ക് ഫോണിൽ പറയാൻ ആൾക്കാർ, ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൂടെ വന്ന് ചിലപ്പോൾ നിൽക്കാൻ ആൾക്കാരുണ്ട്. അവർക്കും അവരുടെ ലൈഫുണ്ട് ഇല്ലേ? അവർക്കൊരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതിന്. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവർക്കും അവരുടെ ഫാമിലി ഉണ്ട്, അവർക്ക് അവരുടെ ലൈഫുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ വെക്കുകയുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരും ഇതൊരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സാണ്. എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മൾ എന്ത് മോട്ടിവേഷണൽ ക്ലാസ്സിൽ പോയാലും, എന്ത് ഫ്രണ്ട്സ് വന്നെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ ഉയർത്താൻ നോക്കിയാലും നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക. ഇറ്റ്സ് എ സെൽഫ് ഒരു ലോൺലി ഫൈറ്റിംഗ്, ലോൺലി ബാറ്റിലാണിത്. അതെ, ആദ്യം തിരിച്ചറിയേണ്ടത് എനിക്ക് തോന്നുന്നു മുറിവിന്റെ ആഴമാണ്. ആഴത്തിന് പതുക്കെ എത്ര ഹീൽ ചെയ്താലും ഈ സ്കാർ കിടക്കും അവിടെ. നമ്മൾ എത്ര ഹീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഇന്നർ ബ്ലീഡിങ് ആണ്. ഇതാരും കാണുന്നില്ല. നമ്മൾ അകത്ത് ഇതിങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറമേ നമ്മൾ നല്ല വെള്ള തുണിയൊക്കെ ഇട്ട് നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഭംഗിയായിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ശാരണ്യോട് പറഞ്ഞ പോലെ നമ്മൾ കരയുന്ന ആരാ കാണുന്നത്? രാവിലെ വരെ ചിലപ്പോൾ 7:30 വരെ നമ്മൾ ചിലപ്പോൾ കിടന്ന് കരഞ്ഞെന്നിരിക്കും. അതാരും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, കരഞ്ഞ് തീർക്കുക, അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമ്മൾ ആ പെയിൻ കരഞ്ഞ് തീർക്കാനേ ഒക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരാളോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടോ, ഞാനിപ്പോൾ എത്ര പറയും ശരണ്യോട്, ശരണ്യ എത്ര അത് ഉൾക്കൊള്ളും?
മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് വേറൊരു വ്യക്തി, നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആർക്കായാലും ഒരു ഉൾക്കൊള്ളുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു മണിക്കൂർ നമ്മൾ ആദ്യം അനുഭവിച്ച ആ പെയിന്റ് 1 മണിക്കൂർ റിയലൈസേഷൻ ഉണ്ട്. അതായത് ഇത് സത്യമാണോ നമുക്ക് ചുറ്റും നടക്കുന്നത്, ആ ഒരു റിയലൈസേഷൻ. അതിനുശേഷം അതിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ 2 മണിക്കൂർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ്, പിന്നെ അന്നത്തെ രാത്രി, പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എണ്ണമറ്റ രാത്രി. എന്താണെങ്കിലും മീര, നമ്മൾ കുറച്ച് ഞാൻ കുഞ്ഞിനെ ഇരുത്തണം എന്ന് ആഗ്രഹിച്ചപ്പം ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ വേണ്ടാന്നായിരുന്നു എന്റെ മനസ്സിൽ. കാരണം കുഞ്ഞിന് അവന് മനസ്സിലാവൂല, നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല. ഇല്ല, അവന് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത്. ഇല്ലല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് അവന് മനസ്സിലാവും. അപ്പൊ മീര വിഷമിച്ച് കണ്ടാൽ അവന് കുറച്ചു മുമ്പ് മീര വിഷമിക്കുന്ന കണ്ടപ്പോ എന്നെ നോക്കി, അപ്പൊ എനിക്കൊരു ഫീൽ ചെയ്തു. അവന് പെട്ടെന്ന് വിഷമാവും. ഞാൻ എന്റെ കണ്ണ് നിറയുന്ന അല്ലെങ്കിൽ എന്റെ ബോഡി ലാംഗ്വേജിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് നമുക്ക് കുഞ്ഞിനോട് ബുദ്ധിമുട്ടാവും.